അതിന്റെ സ്വന്തം 7-ാം അധ്യായത്തിലാ തോന്നുന്നു. ഏഴാം അധ്യായത്തിന്റെ 12-13 ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യം നാട്ടി ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്തർ ഒതുങ്ങി പിന്നെ ഇസ്രായേൽ ദേശത്ത് വന്നതുമില്ല. ശൗലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്തർക്ക് വിരോധമായിരുന്നു. ആമേൻ. അതിനെപ്പറ്റി വിവരിക്കുന്നൊന്നുമില്ല. പകൽക്കാല സഹോദരങ്ങളെ, ആമേൻ, മിസ്ബയ്ക്കും ഷേനിനും മധ്യേ താൻ ഒരു കല്ലെടുത്ത് നാട്ടിട്ട് പറയുക, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് എബനേസർ എന്ന് പേരിട്ടു. ആമേൻ. അങ്ങനെ ഫെലിസ്തർ ഒതുങ്ങി. ഹല്ലേലൂയ. എന്താണ്? ഫെലിസ്തർ ഒതുങ്ങി. പിന്നെ അവർ ഇസ്രായേലിലേക്ക് വന്നില്ല. ശൗലിന്റെ കാലത്തൊക്കെയും ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം ഫെലിസ്തർക്ക് വിരോധമായിട്ട് ഇരുപ്പാനായിട്ടിടയായി. സഹോദരങ്ങളെ, ദീർഘനാളുകളായി ഇസ്രായേൽ ജനം ഫെലിസ്ത്യ ഭീതിക്കകത്തും ഇസ്രായേലിന്റെ മേൽ ഫെലിസ്ത്യർ ആധിപത്യം ചുമത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ തന്നെത്താൻ താഴ്ത്തി ദൈവസന്നിധിയിൽ ദൈവത്തെ മാത്രം ആശ്രയിച്ചപ്പോൾ ഹല്ലേലൂയ, ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്നു. ഭയങ്കരമായ ഒരു മുഴക്കം. അന്ന് വരെ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരുന്ന സൈന്യത്തിന് നേരെ ദൈവം വെളിപ്പെടുത്തിയിട്ട് ഇസ്രായേലിന്റെ മുമ്പിൽ അവർ തൂക്കുമാറാക്കി. അവിടെ നിന്നുകൊണ്ട് ശമൂവേൽ ഒരു കല്ലെടുത്തിട്ട് പറയുക, ഇത്രത്തോളം യഹോവ സഹായിച്ചു. നാളുകളായി വിജയം ലഭിക്കാത്തിരുന്ന മേഖലയ്ക്കകത്ത് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറായിരിക്കോ? നിന്റെ മേൽ ആധിപത്യം നടത്തിക്കൊണ്ടിരുന്ന സകലത്തെയും തകർത്തുകൊണ്ട് എബനേസറിന്റെ അനുഭവങ്ങൾ പിന്നെ അങ്ങനെ ചിലത് ഒതുങ്ങിയതുപോലെ ഫെലിസ്ത്യൻ ഒതുങ്ങിയതുപോലെ സ്വീകരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫെലിസ്ത്യൻ ഒതുങ്ങിയതുപോലെ പുതിയൊരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ആധിപത്യം ചെലുത്തുവാൻ നോക്കിയ ശക്തി ഉണ്ടായിരുന്ന ഫെലിസ്ത്യനെ തകർത്തിട്ട് ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ ആധിപത്യം വെളിപ്പെട്ടതുപോലെ സകല ആധിപത്യങ്ങളെ മാറ്റിയിട്ട് ദൈവാധിപത്യത്തിന്റെ ഒരു സീസൺ എന്ന് പകരം സ്വീകരിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ഹല്ലേലൂയ, ഇത്രത്തോളം ഫിലിസ്ത്യന് പൊട്ടാൻ പറ്റാതെ നിലവാരത്തിൽ അവനെ ഒതുക്കിയിട്ട് ഫെലിസ്ത്യനെ ഒതുക്കിയിട്ട് അവൻ ദൈവത്തിന്റെ കരം ദൈവജനത്തിന് അനുകൂലമായി തീർന്നതുപോലെ എന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചു ശക്തിയോടെ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇനിയൊരു പരാജയത്തിന്റെ സീസണകത്തായിരിക്കത്തില്ല ഞാനും നിങ്ങൾ ചലിക്കുവാൻ പോകുന്നത്. കാരണം ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പല പരാജയങ്ങൾ ഇസ്രായേലിനോട് ചോദിച്ചു കഴിഞ്ഞാൽ 30,000 ഒന്നിച്ച് ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, 4,000 ഒന്നിച്ച് ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി നഷ്ടങ്ങളുടെ കണക്ക് പറയാനുണ്ട്, ഒത്തിരി സമയ നഷ്ടങ്ങളുടെ കണക്ക് പറയാനുണ്ട്, ഒത്തിരി സാമ്പത്തിക നഷ്ടങ്ങളുടെ കണക്ക് പറയാനുണ്ട്. പക്ഷേ ആ സീസണൊക്കെ അവസാനിച്ചുകൊണ്ട് ഇന്ന് പകൽ ആരെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കുകയാണ്. അവൻ നിന്റെ ലൈഫിനകത്ത് പരാജയത്തിന്റെ സീസൺ അവസാനിച്ചുകൊണ്ട് അവൻ നീ പുതിയ പേരുകൾ ഈ സീസണകത്ത് ഇടാൻ പോവുക. പുതിയ പുതിയ പേരുകൾ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ചിലത് നിന്റെ മുമ്പിൽ ഒതുങ്ങുവാൻ പോവുക, ചിലത് നിന്റെ മുമ്പിൽ ഒതുങ്ങുവാൻ പോവുക, ചിലത് നിന്റെ മുമ്പിൽ ഒതുങ്ങുവാൻ പോവുക. കരങ്ങളെ അടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട് ചിലത് നിന്റെ മുമ്പിൽ ഒതുങ്ങുവാൻ പോവുക. നിന്റെ കൂടെ ദൈവത്തിന്റെ കരം അനുകൂലമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്ത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം ശബ്ദമുയർത്തി സഹോദരന്മാരിന്ന് ഒരാൾക്ക് വായിക്കാം. 3-4 വാക്യങ്ങൾ.
ആമേൻ. പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവൻ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. നല്ല വചനത്തിനായി കരങ്ങളെ ഉയർത്തി പ്രധാന സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഇതേ വേദഭാഗം നിന്നാണ് ചിന്തിച്ചത്. നമുക്കറിയാം, പകലിൽ ദൈവം നമ്മളോട് ശക്തമായി പിന്നെയും അതിനകത്തോട് തന്നെ സംസാരിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, ഗലാത്യ ലേഖനം പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അത് എഴുതാനുള്ള കാരണം അവൻ വിശ്വാസമുള്ള നീതീകരണം വിട്ടിട്ട് അവൻ നീതീകരണത്തിന് വേണ്ടി ന്യായപ്രമാണം കൂടെ ആചരിച്ചാൽ മാത്രമേ നീതീകരണം പൂർത്തിയാകത്തുള്ളൂ എന്നൊക്കെയുള്ള ദുരുപദേശം സഭയ്ക്കകത്തേക്ക് വന്നപ്പോൾ അതിന് വിരോധമായി അതിന് ശക്തമായ താക്കീത് കൊടുത്തുകൊണ്ട് സഭയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. അവൻ ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത അത് ചെയ്യുന്നവൻ അതിനാൽ അവൻ പ്രവൃത്തി ചെയ്ത് നീതീകരണം സ്ഥാപിക്കുവാൻ ഇച്ഛിക്കുന്ന അവരുടെ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്ത പരിച്ഛേദനയാണ്. ഒരുവൻ ഒരു ജാതീയനായ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നാലും അവന് പരിച്ഛേദന കഴിച്ചെങ്കിൽ മാത്രമേ അവൻ നീതീകരണം പ്രാപിക്കത്തുള്ളൂ എന്നുള്ളൊരു ദുരുപദേശമൊക്കെ സഭയ്ക്കകത്തേക്ക് വന്നപ്പോൾ തന്നോട് ചോദിക്കുകയാണ്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയതാ. പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി ഇവർ പ്രവർത്തിക്കകത്തേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും നാള് ശക്തമായി നിന്ന പാരമ്പര്യത്തെ വിടാൻ മനസ്സില്ലാതെ അതിനകത്ത് പിന്നെയും നിൽക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാണ്. ആ ചോദ്യത്തിനകത്ത് ഒത്തിരി പ്രസക്തിയുണ്ട്. യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പ്രവാചകന്മാരെയോ ന്യായപ്രമാണത്തെയോ നീക്കുവാനല്ല വന്നത്, നിവർത്തിപ്പാനാ വന്നത്. ഹല്ലേലൂയ. ഇന്നും പ്രവൃത്തി ചെയ്ത് നീതീകരിക്കുവാൻ താല്പര്യപ്പെടുന്ന സഹോദരങ്ങളെ, നിങ്ങൾ നോക്കുക ഈ ക്രൂശിലേക്ക്. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയത്. ഹല്ലേലൂയ. നോക്കിയേ, ന്യായപ്രമാണ സകലതും തന്റെ ശരീരത്തിൽ നിവർത്തിച്ചിട്ടാണ് യേശു കർത്താവ് ഈ ക്രൂശിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. നോക്കിയേ, ക്രൂശിൽ വെച്ച് താൻ വിളിച്ചു പറഞ്ഞത് സകലതും നിവർത്തിയായി. ഒരു മനുഷ്യൻ ചെയ്യേണ്ട സകല ന്യായപ്രമാണത്വം തന്റെ ശരീരത്തിനകത്ത് വഹിച്ചുകൊണ്ട് താൻ കാൽവരി ക്രൂശിൽ കിടന്ന് വിളിച്ചു പറയുകയാണ്, ഇതാ സകലതും നിവർത്തിയായിരിക്കുന്നു, ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നീതീകരണത്തിന് വേണ്ടി ഞാൻ ചെയ്തതിൽ വിശ്വസിച്ചാൽ മതി. അവൻ മാനവരാശിയുടെ നീതീകരണത്തിന് ഒരു മനുഷ്യൻ ദൈവവേദനായി തീരുവാൻ വേണ്ടതെല്ലാം താൻ ചെയ്തു. തന്റെ ശരീരത്തിനകത്ത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി അവൻ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി സകലതും നിവർത്തിപ്പാനായിട്ടിടയായി. അവൻ അതുകൊണ്ട് പറഞ്ഞ, ഹേ ബുദ്ധിയില്ലാത്ത ഗലാത്യരേ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ എന്ന് വെച്ചാൽ നിസാരമായി പറഞ്ഞാൽ, സഹോദരൻ, നീ നിന്റെ സ്വയം നീതിക്കകത്തും നിന്റെ പ്രവർത്തിക്കകത്തും നീ ആശ്രയിക്കാതെ തമ്പുരാൻ കരുതി വെച്ചതിനെ കണ്ടെത്തി അതിനകത്ത് നീ വിശ്വസിക്കുക. നിന്റെ ആത്മീയ ജീവിതത്തിനകത്താണെങ്കിലും ഭൗതിക ജീവിതത്തിനകത്താണെങ്കിലും തമ്പുരാൻ കരുതി വെച്ചിരിക്കുന്നതിനെ നീ കണ്ടെത്തി അതിനെ വിശ്വസിക്കുക. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്തു മയക്കിയതാണ്. പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഞാൻ നിന്നെ എന്താക്കും? മനുഷ്യനെ പിടിക്കുന്നവനാക്കും. പക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് പത്രോസിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു.
ആത്മാവിനെ ഊതി ആത്മാവിനെ പ്രാപിച്ചു. തള്ളി പറഞ്ഞ മനുഷ്യൻ, തമ്പുരാൻ ആ മനുഷ്യനെ പിടിച്ചിട്ട് തന്റെ മേലേക്ക് ആത്മാവിനെ ഊതി താൻ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. താൻ മാത്രമല്ല, തന്റെ സഹോദരന്മാരുമായി, യേശുക്രിസ്തുവിന്റെ ശേഷം ശിഷ്യന്മാരുമായി താൻ മീൻ പിടിക്കാൻ പോവുകയാണ്. മീൻ പിടിക്കുമ്പോൾ ഒരാൾ കരയുന്നിട്ട് ചോദിക്കുക, മക്കളെ കൂട്ടുവാൻ. എന്താണ് പത്രോസ് കാണുന്നത്? കരയിൽ ചുട്ട, കനലിൽ ചുട്ട മീനും അടയുമായി നിൽക്കുന്ന യേശുവിനെ നോക്കിയേ. ദൈവം കരുതിയതിനകത്തേക്ക് പോകാതെ, ദൈവം വിളിക്കകത്ത് നിൽക്കാതെ സ്വയം പ്രയത്നത്തിനകത്തേക്ക് പോയപ്പോൾ അവൻ വെളിപ്പെട്ടു വന്നത് ശൂന്യതയാണ്. പടകം നിറഞ്ഞത് കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി കേട്ടതിന് ശേഷമാണ്. മകൾക്കാലം വളരെ ശാന്തമായി നിങ്ങളോട് ദൂത് കൈമാറുക. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കണ്ട് അതിന്റെ പുറകെ ഓടുവാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് നമ്മളെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്താണ് നമ്മളുടെ ദൈവത്തിന്റെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ കനലിൽ ചുട്ട അടയും അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ വരുന്നത്. അത് ആത്മീയ മേഖലയ്ക്കകത്താണെങ്കിലും, നിന്റെ ആത്മീയ ജീവിതത്തിനകത്താണെങ്കിലും, ഭൗതിക മേഖലയ്ക്കകത്താണെങ്കിലും, ഏതൊക്കെ മേഖലയ്ക്കകത്ത് ഞാനും നിങ്ങളും നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, അതിനെ തിരിച്ചറിഞ്ഞ് എന്ന് ചലിക്കുവാൻ ഞാനും നിങ്ങൾ തയ്യാറാകുന്നു, അന്ന് മാത്രമേ ഈ ദൈവികമായ പ്രൊവിഷൻ നമുക്ക് അനുഭവിക്കുവാൻ പറ്റത്തുള്ളൂ. അതിന്റെ സമൃദ്ധിയും സന്തോഷവും അനുഭവിക്കുവാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സ്വയനീതിക്കകത്തും സ്വയം പ്രയത്നത്തിനകത്തും ചലിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിനകത്തും ദൈവ ഇഷ്ടത്തിനകത്തും ചലിക്കുവാൻ വേണ്ടിയാ. ഇന്ന് ഭാരമായി അത് വിശ്വസിക്കുന്നവർക്കായി, അതിനെ അന്വേഷിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയനിഷ്ഠ പ്രകാശിപ്പിച്ച് വിളിയാലുള്ള ആശ ഇന്ന് നിന്ന് എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നൊരു ബോധം ഹൃദയനിഷ്ഠ പ്രകാശിച്ചിട്ട് ഞാൻ നിങ്ങൾ പ്രാപിക്കണം. നമ്മൾ എപ്പോഴും പറഞ്ഞൊരു വാക്യമാണ് കൊലോസ്യ ലേഖനത്തിനകത്ത് 4-ാം അധ്യായത്തിനകത്ത് പത്രോസിന്റെ പ്രാർത്ഥന, നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. ദൈവഹിതം സംബന്ധിച്ച് അത് ആത്മീക മേഖലയ്ക്കകത്ത് നമ്മുടെ മേലുള്ള ശുശ്രൂഷ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു ബെൻഹിൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് എനിക്ക് കോട്ടൂരി അടിക്കണം, അല്ലെങ്കിൽ KC ജോൺ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കണം. സഹോദരങ്ങളെ, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകും. അവിടെ നമ്മൾ ഒരുത്തനെ കണ്ടു പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടത് ഞാനെന്നുള്ള വ്യക്തിയാണ്, നിങ്ങളെന്നുള്ള വ്യക്തിയാണ്. അതാണ് വഴി വരേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകല് സഹോദരങ്ങളെ, അവയെ സ്വന്തം ഹൃദയനിഷ്ഠ പ്രകാശിക്കപ്പെടട്ടെ. വിളിച്ച വിളി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ചലിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. പൂർണ്ണ നിശ്ചയമുള്ളതാണ്. ദൈവഹിതത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ വലിയ ഗുമ്മൊന്നും ഇല്ലെങ്കിലും റിസൾട്ട് ഭയങ്കരമാണ്. വിശ്വസിച്ച ശിഷ്യൻ അവൻ യഹൂദന്മാരോട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എന്റെ വചനത്തിനകത്ത് നിന്നാൽ. എവിടാണ്? നിങ്ങൾ എന്റെ വചനത്തിനകത്ത് നിന്നാൽ. ദൈവവചനത്തിനകത്ത് എന്നാൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. വചനത്തിനകത്ത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ശ്രദ്ധിച്ച്, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ ഭയങ്കര ചുമ്മാതങ്ങ് അല്ലെങ്കിൽ പുസ്തകം കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? അടുത്ത ഫ്ലൈറ്റ് എപ്പം UK പോകും, അടുത്ത ഇൻക്രിമെന്റ് എപ്പോഴാണ്, ഇതൊക്കെയാണ് നമ്മുടെ വിഷയങ്ങൾ. പക്ഷെ തമ്പുരാന്റെ വിഷയം അതൊന്നുമല്ല. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എവിടെ ജോലി നടന്ന കാര്യം, കോടികൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യം. അതുകൊണ്ട് പറഞ്ഞ ദൈവ വിഷയമായി എന്ത് ചെയ്യണം? ഉറക്കെ പറഞ്ഞ് ദൈവ വിഷയമായി സമ്പന്നരാണ്. ദൈവ വിഷയമായി സമ്പന്നതോ ദൈവം നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാം. അവയെ സ്വന്തം. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് വന്ന് കയറുന്നത്, സഭയെ പറ്റിയൊക്കെ പ്രാർത്ഥിക്കുക എല്ലാം ചെയ്യും, അവയെ സ്വന്തം. പക്ഷെ ഉണർവ് വന്നൊരു സംഭവമാണ്.
ഉണവ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സിനകത്ത് ഇന്ന് കത്തുന്നൊരു കാഴ്ചയാണ്. ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു തീയാക്കി നമ്മൾ മാറ്റാൻ പോകുക. പക്ഷെ അടിസ്ഥാനം ശരിയാണ്. നമ്മുടെ അടിസ്ഥാനം ശരിയാണ്. അടിസ്ഥാനം തമ്മിൽ, കാരണം ഒരു വലിയ ബിൽഡിംഗ് എപ്പോഴും പണിയുന്നത് ഒരു ഭയങ്കര അടിസ്ഥാനത്തിനകത്താണ്. അത് എത്രമാത്രം ആഴത്തിലേക്ക് പോകാൻ പറ്റുമോ അത്രമാത്രം ആഴത്തിലേക്ക് ഒഴിച്ച് അത്രമാത്രം കാര്യങ്ങൾ ചെയ്ത് പണിത് 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 തമ്പുരാൻ മുകളിലേക്ക് കൊടുക്കും. ഒരു ടൈം കഴിഞ്ഞാൽ പണി പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, വലിയ ബിൽഡിങ്ങിന്റെ ഈ ഭൂമിയുടെ നിരപ്പ് വരെയുള്ള പണി നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ല, ഒന്ന് അറിയാനൊന്നും കാണത്തില്ല. അവിടെ ഇടിച്ചുറപ്പിച്ച് ഭയങ്കര സൗണ്ട് കേൾക്കത്തേക്കേ ഉള്ളൂ, പക്ഷെ റിസൾട്ട് കാണാനില്ല. പക്ഷെ ഇത് ചില ടൈം അങ്ങോട്ട് കഴിയുമ്പോൾ പടപടേന്ന് കാര്യങ്ങൾ നടക്കുന്നതാണ്. അവയെ സ്വന്തം ഉണർവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ഞാൻ നിങ്ങൾ, പക്ഷെ അടിസ്ഥാനം ക്ലിയർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, നിലനിൽക്കത്തില്ല. ദൈവം നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് അവയെ സ്വന്തം എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര പ്രലോഭനങ്ങൾ വന്നാലും, എത്ര വിഷയങ്ങൾ വന്നാലും, എത്ര സമ്പത്ത് വന്ന് കയറിയാലും, എത്ര പ്രതികൂലങ്ങൾ വന്ന് കയറിയാലും ഒന്നും നമ്മെ തൊടാത്ത നിലവാരത്തിൽ നമ്മുടെ അകമനുഷ്യ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ അടുത്തൊരു ഫാസ്റ്റ് ആയിട്ടൊരു സംഭവിച്ചു വിശ്വസിക്കുന്നതൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ അടിസ്ഥാനം ക്ലിയർ ആകണം. ഉണർവിന് വേണ്ടി കൊതിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കണം. നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സമയം ഒത്തിരി പോകും. നോക്കിയേ, നമ്മ ഇവിടെ പറയുകയാണ് ദൈവത്താൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപം നിമിത്തം അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകുമാകട്ടെ. അവസാനം പറയാണ് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം, നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. നോക്കിയേ, ഈ ആരാധനയ്ക്കകത്ത് നമ്മുടെ അപ്പന്റെ സ്വഭാവം നാം തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവാണ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പനാണ്. ഹല്ലേലൂയ. നമ്മുടെ ലോകപ്രകാരമുള്ള നമ്മുടെ പിതാക്കന്മാർ നമ്മെ കരുതുന്നതിലും ശ്രേഷ്ഠകരമായി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കരുതുന്ന ഒരു പിതാവാണ്. പലപ്പോഴും ഈ പിതാവിനെ പറ്റി വികലമായ ചിന്തകളാണ് നമ്മുടെ അകത്തുള്ളത്. പക്ഷെ ഇത് മകൾ തിരിച്ചറിഞ്ഞു നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, നമ്മുടെ അപ്പന്റെ പ്രത്യേകത, അവൻ സ്വന്തം അവന്റെ ഇഷ്ടം ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടുക എന്നുള്ളതാണ്. ആരുടെയും കീഴ്പ്പെട്ടിരിക്കുവാനല്ല എന്ന് വെച്ചാൽ പൈശാചിക ശക്തിക്ക് അവൻ ഈ ലോകത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ കിടന്ന് വല്ലാതെ ഞെരുങ്ങുവാനല്ല, അവൻ ദൈവത്തിന്റെ ഇഷ്ടം മതിച്ച് ദുഷ്ടന്റെ സകല ആധിപത്യത്തിനകത്തുനിന്ന് ഞാൻ നിങ്ങൾ വിടുവിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇന്നും പകല് ഈ പ്രാരംഭ സമയത്ത് അത് തിരിച്ചറിഞ്ഞ് ഇന്നും പകല് തന്നെ ജീവിതത്തിൽ സംഭവിക്കും. ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ഏതെങ്കിലും അന്യ സ്വാധീനമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അതിന്റെ പിടി എന്റെ ലൈഫിനകത്തുനിന്ന് വിടുമെന്ന് വിശ്വസിക്കുന്നവർ, അത് രോഗശക്തി ആയിക്കോട്ടെ, പാരമ്പര്യ ശക്തി ആയിക്കോട്ടെ, ദാരിദ്ര്യത്തിന്റെ ശക്തി ആയിക്കോട്ടെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാണ്, എല്ലാവരും പ്രാർത്ഥിക്കാതെ, എല്ലാവരും ഇതൊരു ആത്മയുദ്ധമാണ്, ഇതൊരു ആത്മയുദ്ധമാണ്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആത്മസമയം കരങ്ങളെ അടിച്ച് അപ്പന്റെ ഹിതത്തിനകത്തേക്ക്, അപ്പന്റെ ഇഷ്ടത്തിനകത്തേക്ക് എന്റെ ലൈഫിലെ ഞാൻ ഒന്നിനും അടിമത്തത്തിനകത്തല്ല, ഞാൻ പുത്രത്തിനകത്ത് സ്തുതിച്ചു തുടങ്ങിയാണ്. ഈ പ്രാരംഭ സമയത്ത് തന്നെ ആത്മമണ്ഡലത്തിലടന്ന് ആ യുദ്ധം നടക്കുകയാണ്. നിനക്കെതിരെയുള്ള രോഗശക്തികൾ, നിനക്കെതിരെയുള്ള പൈശാചിക മേഖലകൾ ദേശത്ത് വ്യാപരിക്കുന്ന വിളിന്റെ തലങ്ങൾ
പ്രാർത്ഥിച്ചോട് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അല്പസമയം കരങ്ങളെ അടിച്ചോട് സ്തുതിച്ചോട്. അല്പസമയം കരങ്ങളെ അടിച്ച് യുദ്ധത്തിന് വേണ്ടി തുടങ്ങിയാട്ട്, ഒരാത്മയുദ്ധത്തിന് വേണ്ടി തുടങ്ങിയാട്ട്, സഭ ആത്മയുദ്ധത്തിന് വേണ്ടി തുടങ്ങിയാട്ട്. പിതാവിന്റെ ഇഷ്ടം അവൻ നീ ജയിച്ചു നിൽക്കാനാ. പിതാവിന്റെ ഇഷ്ടം നീ ജയിച്ചു നിൽക്കാനാ. അവൻ കരങ്ങൾ ഉയർത്തിക്കാൻ തന്നെ സ്വപ്നം ചെയ്തു. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പറ, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ. ചിരിച്ചുകൊണ്ട് പറയാൻ അതെ മോന് കൊടുക്കാൻ ഒറ്റപ്പെടുത്തില്ല. കൊടുക്ക് അവൻ യുദ്ധത്തിന് വേണ്ടി ഒരു നമ്മള് പാരമ്പര്യക്കാരല്ല. നമ്മള് എന്താണ് എന്നും പാൽക്കാരൻ വരുന്നവരെന്തല്ലോ നമ്മൾ വന്ന് പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ ഉണ്ടാക്കി വെച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം പിതാവിന്റെ ഇഷ്ടം ഞാനും നിങ്ങൾ ലോകത്തിന് അടിമയായിരിക്കുന്നതായിട്ടല്ല, ഞാനും നിങ്ങൾ മറ്റുള്ളവരുടെ കൈ നീട്ടുന്നവനായിട്ടല്ല. ഇന്ന് പകൽ ജയമെടുത്ത് എവിടെ പോകാവൂ. അധികാരമുള്ള യേശുവിന്റെ നാമത്തെ, അധികാരമുള്ള യേശുവിന്റെ നാമത്തെ അല്പം കൂടെ വിശ്വാസത്തോടെ വിളിച്ചു പറ. ഞാൻ ശമ്പളം മേടിക്കുന്നവനായിരിക്കത്തില്ല, ഞാൻ കൊടുക്കുന്നവനായിരിക്കും. എല്ലാ മേഖലക്കകത്തും ഒന്ന് തുടങ്ങട്ടെ. പകൽക്കാലം അതിന്റെ ആരംഭം ഇതിനകത്ത് സംഭവിക്കട്ടെ. പിതാവിന്റെ ഇഷ്ടം ഇതിനകത്ത് എല്ലാ അടിമത്തത്തിന്റെ സ്പിരിറ്റുകളും ഇതിനകത്ത് നാഴികട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അല്പസമയം ആരാധിച്ച സഹോദരങ്ങളെ, അല്പസമയം ആരാധിച്ച് ഇതിനകത്ത് അധിവേശം വ്യാപരിക്കട്ടെ. പിതാവിന്റെ ഇഷ്ടം ദുഷ്ടന്റെ സകല ആധിപത്യത്തിനകത്തോട് ഞാൻ നിങ്ങളെ വിടുതൽ ലഭിക്കാനോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ആരാധിച്ച് അവൻ അന്തിമോശങ്ങളെ ആരാധിച്ചാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ പങ്കിപ്പിന്റെ അനുഭവങ്ങളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നോക്കേ, അവൻ ദൈവമോ വിശ്വസ്തൻ. അവൻ നമ്മെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ നാം സൂക്ഷിക്കും. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവം നമ്മെ ഉറപ്പിക്കും. എവിടെ? ദൈവത്തിന്റെ സ്ഥിരമായ ഒരു അടിസ്ഥാനമുണ്ട്. എന്താണത്? ക്രിസ്തുവാണ്. എന്താണ് ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം? ക്രിസ്തുവാണ്. അവൻ നമ്മെ ഉറപ്പിക്കും. എവിടെ? ക്രിസ്തുവിൽ ഉറപ്പിക്കും. സഹോദരങ്ങളെ, ഈ വചന വെളിപ്പാടകത്ത് കേൾക്കണം. ഞാൻ ക്രിസ്തുവിലാണെന്നും എന്നെ പിശാചിനൊന്നും തൊടാൻ പറ്റത്തില്ലെന്നും എന്റെ അപ്പന്റെ ഇഷ്ടം ഞാൻ പൂർണ്ണമായി ദൈവത്തിന്റെ സ്വാധീനത്തിനകത്ത് നിൽക്കണമെന്നോ, മുഴുവൻ കൺട്രോൾ എന്ന ദൈവത്തിന്റെ മേലാവ ദൈവത്തിനായിരിക്കും എന്റെ മേലെന്നോ ഈ ബോധ്യത്തിനകത്ത് ഇന്ന് പകൽക്കാലം അവൻ ദൈവത്തിന്റെ ജനക്കാലത്ത് അവൻ ദൈവമോ വിശ്വസ്തൻ. അവൻ നമ്മെ ഓർമ്മിപ്പിക്കും. ദുഷ്ടന്റെ കയ്യിലകപ്പെടാതെ വന്ന് നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ഒരു ദുഷ്ടനും നമ്മുടെ ജയമെടുപ്പാൻ തമ്മിൽ അനുവദിക്കത്തില്ല. പക്ഷെ മുമ്പ് കേട്ടതുപോലെ സത്യം നിങ്ങൾ അറിയണോ. ആ സത്യമാണ് നിങ്ങളെ സ്വതന്ത്രമാക്കുന്നത്. ഇതിനകത്ത് വന്ന് കഥ കെട്ടുപോഴ അടുത്ത ആഴ്ച വന്ന് ഇതുപോലെ ഇരിക്കാം. പക്ഷെ സ്വർഗം ആഗ്രഹിക്കുന്നത് അവൻ അടുത്തൊരു വിജയത്തിനകത്തേക്ക്, അടുത്തൊരു തലത്തിനകത്തേക്ക് വിശ്വസിക്കുന്നവർ അത് ഏൽപ്പിച്ചു കൊടുക്കാതെ ആദ്യം പ്രാർത്ഥനയ്ക്കകത്തേക്ക് തിരിയണം. ആദ്യം വിശ്വാസത്തിനകത്തേക്ക് തിരിയണം. അവൻ ട്രീറ്റ്മെന്റ് വേണ്ടെന്നോ മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിന്റെ ആശ്രയവും നിന്റെ വിശ്വാസവും ഇനി എത്ര ട്രീറ്റ്മെന്റ് ചെയ്താലും ദൈവ സൗഖ്യമാകാൻ സൗഖ്യമാകുമോ? ആകത്തില്ല. അവൻ സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിശ്വസിക്കേണ്ടതും ഞാനും നിങ്ങളും എക്സസൈസ് ചെയ്യേണ്ടതും ദൈവത്തിന്റെ വചനത്തിനകത്തായിരിക്കണം. അവൻ നെഗറ്റീവായ ഒത്തിരി കാര്യങ്ങൾ മൈൻഡിനകത്തേക്ക് വന്നിരിക്കണം. എനിക്കും വരാം, നിങ്ങൾക്കും വരാം. പക്ഷെ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് അവൻ സ്വന്തം വിശ്വാസം പറയണം. അവൻ വിശ്വാസത്താൽ ചലിക്കുവാൻ തുടങ്ങണം. അവൻ ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ഇപ്പൊ പറയാം, അവൻ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്നെയും നിങ്ങളെയും ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്.
അപ്പൊ യോഹന്നാന്റെ സുവിശേഷം നാം ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. എവിടെയാണ്? ദുഷ്ടന്റെ അധീനതയിൽ. ഈ ലോകത്തിനകത്തുനിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. എവിടുന്ന? ഈ ദൃശ്യമണ്ഡലത്തിലുള്ള ഒരു ലോകമല്ല, അവൻ ദുഷ്ടന്റെ ആധിപത്യമുള്ള ലോകം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സകല ലോകവും ഇതിന്റെ ആധിപത്യം ആരുടെ മേല? ദുഷ്ടന്റെ മേല. ഈ ആധിപത്യം ഉണ്ടായത് എങ്ങനെ നമുക്കറിയാം? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവമാക്കി വെച്ചിരുന്ന കെരൂബുകളിൽ ഒന്നിന്റെ അകത്ത് എന്ത് തോന്നി? ഒരു നിഗളം. എന്താണ് നിഗളം? അഹങ്കാരം. എന്താണ്? ഞാൻ സ്വന്തം മേഘോന്നതങ്ങളിൽ എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങളുടെ മീതെ വെക്കും. ഞാൻ സ്വന്തം അവൻ ദൈവത്തിന് തുല്യനായിത്തീരും. ഈ ഒരു ചിന്ത അകത്ത് കയറിയപ്പോൾ എപ്പോഴും നമ്മൾ ദൈവം ആക്കി വെച്ചിടത്ത് നിൽക്കാവും. എന്താണ്? ഇനി എത്ര സൗന്ദര്യം ചിറക് വിടർത്തി എന്തൊക്കെ കേട്ടെന്ന് വെച്ചാൽ ദൈവം ഏത് പൊസിഷൻ നിർത്തി അവിടെ നിൽക്കാവും. നിഗളം കയറി എന്ത് സംഭവിക്കും? അതുകൊണ്ട് തമ്പുരാൻ ഈ യേശുകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സകലത്തെ സൃഷ്ടിച്ച യേശുകർത്താൻ ഭൂമിയിലേക്ക് വന്ന് ഞാൻ താഴ്മയും സൗമ്യതയുള്ളവനാകിയ ഓക്കെ ഇവിടെ ചിറകിനകത്ത് സൗണ്ടൊക്കെ അടിച്ച് ആരാധിച്ചവന്റെ അകത്ത് നിഗളം കയറിയപ്പോ സകലത്തെ സൃഷ്ടിച്ച യേശു കർത്താവ് ഈ ഭൂമി വന്നിട്ട് പറയുകയാണ്, ഞാൻ താഴ്മയിൽ സൗമ്യതയുള്ളവനാകിയ എന്റെ ദുഃഖം ഏറ്റെടുത്തുകൊണ്ട് വേണ്ട. പക്ഷെ നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചതാണ്. അവൻ ശ്രദ്ധിച്ചേ, ഈ ഒരു വീഴ്ച ഉണ്ടായപ്പോൾ അവൻ വെളിപ്പെട്ടു വന്നതാണ് പൈശാചിക ലോകം. എന്താണ്? പൈശാചിക ലോകം. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല, പിന്നെ എന്തിനോടാ? വാഴ്ചകളോട്, അധികാരങ്ങളോട്, അന്ധകാരത്തിന്റെ ലോകാധിപതി. എന്തിനോടാ നമുക്ക് പോരാട്ടമുള്ളത്? ആരോടൊക്കെയാ? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകത്തിന്റെ അധിപതി, പിന്നെ സ്വലോകങ്ങളെ ദുഷ്ടാത്മസേന. ഹല്ലേലൂയ. ഒന്നുകൂടെ തെളിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കാലഗതി, ആകാശത്തിന്റെ അധികാരം. ലേഖനം 2-ാം അധ്യായത്തിൽ അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, ഇതൊരു ആത്മീക ഫലമാണ്. എന്താണ്? ഈ നമുക്ക് പോരാട്ടമുള്ള എന്തിനോടാണ്? വാഴ്ചകൾ, അധികാരങ്ങൾ, അവൻ അന്ധകാരത്തിന്റെ ലോകാധിപതി. ഇതാ പറഞ്ഞത്, അവൻ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് ഈ വെട്ടറ്റു വീണപ്പോൾ വെളിപ്പെട്ടു വന്ന ആത്മതലമാണ്, ഇരുളിന്റെ തലമാണ് അപ്പോസ്തലന്റെ ഭാഷയിൽ വിവരിച്ചത്. വാഴ്ചകൾ, അവൻ അന്തരീക്ഷത്തിൽ വാഴുന്ന അവൻ സ്പിരിറ്റിന്റെ തലങ്ങൾ, നെഗറ്റീവ് സ്പിരിറ്റുകൾ, ഇരുളിന്റെ വ്യാപാരങ്ങൾ. അവൻ പക്ഷേ ദൈവം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച് ഏതെല്ലാക്കിയപ്പോൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ഏതുമായിട്ടാ? ഈ പൈശാചിക തലവുമായിട്ട് മനുഷ്യന് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അവനെ തൊടുവാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഏതെനിൽ ദൈവ സാന്നിധ്യത്തിനകത്ത്, ദൈവ തേജസ്സിനകത്ത് മനുഷ്യനായിരുന്നു. എന്നും തമ്പുരാൻ ഇറങ്ങി വരും കൂട്ടായ്മ ആചരിക്കുവാൻ. ഭയങ്കര സന്തോഷത്തിനകത്ത്, ദൈവ സ്വാധീനത്തിനകത്തു മാത്രമായിരുന്ന ജനം ആദാമും ഹവ്വായും. ഈ നോക്കി നമ്മൾ ഈ പറഞ്ഞ ലോകത്തെ പറ്റി മനസ്സിലായല്ലോ. ഈ ലോകവുമായി യാതൊരു ബന്ധമില്ലായിരുന്ന ഈ മനുഷ്യനകത്തേക്ക് എങ്ങനെ ലംഘനായി? ലംഘനത്താൽ. എന്താണ്? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അനുസരണക്കേട്. എന്താണ്? അനുസരണക്കേട്. ദൈവം പറഞ്ഞതിനെ അനുസരിച്ചില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, പിതാവായ ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാട് ദൈവം അവർക്ക് പകർന്നു കൊടുത്തതിനേക്കാൾ അധികമായി പിശാച് പറഞ്ഞത് വിശ്വസിച്ചു.
വിശ്വസിച്ച് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ഈ ലോകം മനുഷ്യനകത്ത് കയറി. ഏതാ? ഭാഷകൾ, അധികാരങ്ങൾ മനുഷ്യനെ സ്വാധീനപ്പെടുത്തുവാനായിട്ടിടയായി. ആദാം മുതൽ തുടർന്നുള്ള സകല മാനവരാശിയുടെ പേരും ഈ സ്വാധീനമുണ്ടായി, ഈ ലോകത്തിന്റെ ആധിപത്യമുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലോകത്തിന്റെ കാലഗതി, ആകാശത്തിന്റെ അധികാരം, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അന്ന് വരെ ദൈവ സാന്നിധ്യമായിരുന്നു, അന്ന് വരെ സ്വാധീനിച്ച സ്വർഗമായിരുന്നു, അന്ന് വരെ സ്വാധീനിച്ചത് ദൈവമായിരുന്നു. പക്ഷേ അനുസരണക്കേടിനാൽ നോക്കിയേ ശ്രദ്ധിച്ചത് വശീകരണം വാക്ക് എങ്ങനെയാണ് ഇന്നും ഇത് വ്യാപരിക്കുന്നുണ്ട്. ഇന്നും വശീകരണ വാക്കുകൾ. ആണുങ്ങളെ വീഴ്ത്തും. അതിന് നിങ്ങൾ വേറെ രീതി എടുക്കേണ്ട. ഒരുത്തന്റെ കയ്യിരിക്കുന്ന പോക്കറ്റിലേക്ക് സാധനം അടിച്ചു മാറ്റാൻ, ഒരുത്തനെ കൊണ്ട് കുടുക്കുവാൻ. ചില പെണ്ണുങ്ങളുണ്ട് ആണുങ്ങളെ കുടുക്കുവാൻ, ചില ആണുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വശീകരണം. നമ്മൾ വിശ്വസിച്ചു പോകും. നമ്മളൊക്കെ എത്രയോ ബന്ധം പെട്ടുപോയിട്ടുള്ളത്. ചില അച്ചായന്മാരുടെ വാചകം കേട്ട് വശീകരിച്ചു കളയും. നമ്മളെ ഭയങ്കരമായി വശീകരിച്ചു കളയും. നമ്മളത് ഭയങ്കര സഹതാപം, നമ്മുടെ അകത്തൊക്കെ ഭയങ്കര ഹൃദയമുണ്ട്. പക്ഷെ വിവേചിക്കണം. എന്ത് ചെയ്യണം? വിവേചിക്കണം. ഇവർ കേൾക്കുമ്പോ എന്താണ്? നീ ദൈവത്തെ പോലെ വിവേചിക്കാതെ അത് വിശ്വസിച്ച് ലംഘനം ചെയ്തപ്പോ ലോകമകത്ത് കയറും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ലോകത്തിന് രക്ഷിക്കുവാൻ പിതാവായ ദൈവത്തിൽ നിന്ന് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ശ്രദ്ധിക്കണം, യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പൂർണ്ണ മനുഷ്യനായിട്ടാണ് വന്നത്. എന്താണ്? പൂർണ്ണ മനുഷ്യനായിട്ടോ. പൂർണ്ണ ദൈവത്വവും യേശുവിലുണ്ടായിരുന്നു. പക്ഷേ ഈ വാഴ്ചകൾക്ക് യേശുവിന്റെ മേൽ ഒരു അധികാരവും ഇല്ലായിരുന്നു, ഒരു സ്വാധീനവും ഇല്ലായിരുന്നു. നമ്മള് യോഹന്നാന്റെ ലേഖനത്തിലാന്ന് തോന്നുന്നു, അതോ പത്രോസിന്റെ ലേഖനത്തിൽ എനിക്ക് ഓർക്കുന്നില്ല. ഇപ്രകാരം പറയുന്നത് യോഹന്നാന്റെ ലേഖനം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. നോക്കി, യേശുവിൽ പാപമില്ല. അവൻ പാപത്തെ അഴിപ്പാൻ വേണ്ടി വന്നേ. യേശു വന്നെന്തിനാ? തുടർന്ന് പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രതിഷ്ഠ. യേശുവിൽ പാപമില്ല.